ഇന്ന് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് സമയത്ത് വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കനം കുറച്ച് കട്ട് ചെയ്തത് പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് വട്ടത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നാലും മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നാൽ അതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ആക്കി കൊടുക്കുന്നത്. നമ്മളുടെ ഇഷ്ടം പോലെ ആക്കി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് ചീസ് കൂടി വെച്ച് കൊടുക്കാം. ചീസ് ഓപ്ഷണലാണ്, ചീസ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ചീസ് ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. 2 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണേ.